സഹകാരി നിങ്ങൾക്ക് എന്തായാലും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും. കാരണം ഡെയിലി എക്സാം ഉണ്ട്, വീക്ക്ലി എക്സാം ഉണ്ട്, പിന്നെ മന്ത്ലി എക്സാം, പിന്നെ ലാസ്റ്റ് ഒക്കെ നമുക്ക് ഒരുപാട് മോഡൽ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തന്നെ മതിയാവും നമ്മളൊരു റാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വ്യക്തമായ പ്രിപ്പറേഷനോട് ഇറങ്ങിയ ആദ്യത്തെ PSC പരീക്ഷയിൽ തന്നെ സ്റ്റേറ്റ് വൈഡ് 14 റാങ്ക് അടിച്ച നമ്മുടെ സാഗരയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹിബയുടെ വീട്ടിലാണ് നമ്മളെന്നുള്ളത്. പരീക്ഷ വേറൊന്നുമല്ല, കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് പരീക്ഷയാണ്. ഈ പരീക്ഷയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ PSC പരീക്ഷകളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം നമുക്കൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട്, +2 സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന പരീക്ഷയും, അതുപോലെ പ്രധാനമായിട്ടും നീറ്റിൻ്റെ സിലബസ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരുന്നു അല്ലേ. അതിനോടൊപ്പം നമുക്ക് വരുന്നത് ലാബിൻ്റെ ഏരിയയും കൂടെ പഠിച്ചുകൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് ഹിബ എങ്ങനെയാണ് സഹകാരിയിലേക്ക് എത്തുന്നത്? ഞാൻ സാർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സാറ് ആക്റ്റീവ്നെസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് വരുന്നത്. എന്നിട്ട് ആദ്യം നമ്മൾ വെബിനാർ സെഷനിൽ പങ്കെടുത്തു അല്ലേ. എന്നിട്ട് നമുക്ക് ഈ പഠനം തുടങ്ങിയപ്പോഴത്തേക്കും ലൈക്ക് നമ്മൾ കെമിസ്ട്രിയാണ്, നമുക്ക് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഫിസിക്സും കുഴപ്പമില്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിനോടൊപ്പം ബയോളജി നമുക്കൊരു എക്സ്ട്രാ ഒരു ഏരിയ, പിന്നെ ലാബിൻ്റെ ഏരിയ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു മേഖലയിൽ ഏത് മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തേ? ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ടോപ്പിക്കായിരുന്നു, അപ്പോൾ അതിനാണ് ഞാൻ കൂടുതൽ വെയിറ്റേജ് കൊടുത്തത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ മാർക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവിഷൻ മനസ്സിലാക്കി വെയിറ്റേജ് കൊടുക്കുക എന്നുള്ളത് എല്ലാ പരീക്ഷകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ പരീക്ഷയുടെ പ്രിപ്പറേഷനിൽ പ്രധാനമായിട്ടും നമ്മുടെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്ക് തരിക, ആ ടോപ്പിക്കിനെ ബന്ധപ്പെടുത്തി മാക്സിമം ക്വസ്റ്റ്യൻസ് തരിക, അതുമായി ബന്ധപ്പെടുത്തി ക്രോസ് കട്ട് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് തരിക, അതിൻ്റെ എക്സാമിനേഷൻ നടത്തുക, പിന്നെ വീക്കിലി എക്സാമിനേഷൻ നടത്തുക. ഓരോ വീക്കിലി എല്ലാം കൃത്യമായിട്ട് എഴുതാണ്ടോ? ഒരെണ്ണം ഇടില്ല. റാങ്ക് ലിസ്റ്റിൽ എത്രാമതൊക്കെ വന്നിട്ടുണ്ട്? 2-1 എന്ന് സ്ഥിരമായിട്ട് വന്നാൽ മാത്രം മതി നമുക്ക് സ്റ്റേറ്റ് വൈഡുള്ള പരീക്ഷയിൽ ജോലി ഉറപ്പിക്കാൻ പറ്റും. അതാണ് മറ്റൊരു അഷുറൻസ് നമുക്ക് തരാൻ പറ്റുന്നത്. ഒരാഴ്ച നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഇവാലുവേഷനാണ് വീക്ക്ലി എക്സാമിനേഷൻ. അതുപോലെ തന്നെ ഡെയിലി എക്സാമിനേഷൻ അല്ലേ മോളെ, ഡെയിലി എക്സാമിനേഷൻസ്. അപ്പോൾ നമ്മൾ റിവിഷനും റിവൈസിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻ എക്സാംസ്? ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ തലേന്ന് തന്നെ പഠിച്ചത് മറക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എക്സാമുകൾ എഴുതുമ്പോൾ മാത്രമേ നമ്മൾ തലയിൽ നിൽക്കുള്ളൂ. അതാണ് നമുക്ക് റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പലതരത്തിൽ റിവൈസ് ചെയ്യാം. ബുക്ക് വായിച്ച് റിവൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ക്ലാസ് പിന്നെയും കണ്ട് റിവൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് പരീക്ഷ എഴുതിയുള്ള റിവിഷൻ അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ ഏതൊരു കോഴ്സിലാണെന്നുണ്ടെങ്കിലും നമുക്കത് ഫോളോ ചെയ്യുന്ന രീതിയുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട കാര്യമാണ്, ഈ വിജയം ആർക്കാണ് സമർപ്പിക്കുന്നത്? ഉമ്മ അപ്പ എല്ലാവരും നമ്മുടെ വിജയത്തിൽ സഹായിച്ചു. കാരണം മോന് ചെറുത് കഴിഞ്ഞ സമയത്ത് അപ്പം പോലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് നമ്മളായി പറഞ്ഞ പോലെ കുഞ്ഞിനെ നോക്കാനും പഠിക്കാൻ വേണ്ടി നമുക്ക് അവസരം തരാനൊക്കെ ആയിട്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താണ് ഹിബയുടെ ലക്ഷ്യം? HSA സയൻസിൻ്റെ ഒരു പ്രിപ്പറേഷനിൽ നിൽക്കുകയാണ് ഹിബ. അപ്പോൾ ഇനി വരുന്ന എൻഡേഴ്സിലെല്ലാം ഹിബയ്ക്ക് സന്തോഷം ഉണ്ടാവട്ടെ, വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനോടൊപ്പം സാഗരയുടെ ഇനി വരാൻ പോകുന്ന സാഗരയുടെ സ്റ്റുഡൻസിനും ആസ്പിരൻസിനും അതുപോലെ ഇനി ഈ മേഖലയിൽ പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് എന്താണ് ഹിബയ്ക്ക് അവരോട് പറയാനുള്ളത്? സഹകാരി നിങ്ങൾക്ക് എന്തായാലും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും. കാരണം ഡെയിലി എക്സാം ഉണ്ട്, വീക്ക്ലി എക്സാം ഉണ്ട്, പിന്നെ മന്ത്ലി എക്സാം, പിന്നെ ലാസ്റ്റ് ഒക്കെ നമുക്ക് ഒരുപാട് മോഡൽ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തന്നെ മതിയാവും നമ്മളൊരു റാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.